സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം പട്ടിത്തറ ഗവൺമെന്റ് എൽ പി സ്കൂളും ഹൈടെക്കായി മാറിയത്. 75 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. സ്കൂൾ കെട്ടിടത്തിന്റെ അടിത്തറ നിലനിർത്തിക്കൊണ്ട് അത്യാധുനിക രീതിയിലായിരുന്നു നിർമ്മാണം. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഹൈടെക് സ്കൂളിലെ ക്ലാസ് മുറികൾ ചോർന്നൊലിച്ചു. ഒരു വർഷത്തിനകം തന്നെ സ്കൂളിന്റെ ഭിത്തികൾ വിണ്ടു തുടങ്ങി. സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ ഉൾപ്പെടെ ജനലുകളും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. നിർമ്മാണ പിഴവ് മറച്ചുവെച്ചുകൊണ്ട് വിള്ളലുകൾ അടയ്ക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾ തടസ്സപ്പെടുത്തി. ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ പിഴവുകൾ കടന്നുകൂടിയതിൽ അഴിമതിയുണ്ടെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയമായതുകൊണ്ട് ഇത് ചോരുന്നുണ്ട്. പിന്നെ സ്കൂളിൻ്റെ കെട്ടിടത്തിന് ഉറപ്പില്ല. ഞങ്ങളിതിൻ്റെ പണിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി ഇതിൻ്റെ ഉറപ്പുകളെ പറ്റിയിട്ട്. നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് രക്ഷിതാക്കൾ ഉടൻ പരാതി നൽകും. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാനാണ് രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ പൈസ മുടക്കിയിട്ട് ചെയ്യുമ്പോൾ ഈ പഴയ ചുമര് മാറ്റില്ല, തറ മാറ്റില്ല, ഇത്രയും ലോഡ് താങ്ങുമോ ഒരു കാലവർഷം ശക്തിയായിട്ട് വരികയാണെങ്കിൽ? അപ്പോൾ ഒരു അപകട ഭീഷണിയാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം ലഭ്യമാവാത്തത് മൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതെന്നാണ് വി ടി ബൽറാം MLA യുടെ വിശദീകരണം. റിപ്പോർട്ടർ, പാലക്കാട്.